സമ്മർദ്ദം വ്യക്തമായിട്ടും BLO മാർക്കുള്ള ചുമതലകളിലും ടാർഗറ്റിലും മാറ്റമുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. BLOമാരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. SIR നിർത്തിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഹർജി സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. വിവാദങ്ങൾക്കിടെ SIR നടപടിയുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഭരണഘടനാ ഉത്തരവാദിത്തമാണ് BLOമാർ ചെയ്യുന്നത്. BLOമാർക്ക് ടാർഗറ്റുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കണം. മഹത്തായ ലക്ഷ്യത്തിലേക്കെത്താൻ താനും തന്റെ ഓഫീസും പകലോ രാത്രിയോ ഇല്ലാതെ ജോലി ചെയ്യുന്നുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ബൂത്ത് ലെവൽ ഓഫീസർ റെസ്റ്റ് വിത്ത് ഇലക്ഷൻ കമ്മീഷൻ, അവരുടെ മേൽനോട്ടം, മോണിറ്ററിംഗ്, സൂപ്പർവിഷൻ മൊത്തം ഇലക്ഷൻ കമ്മീഷനുടെ അധികാരം അനുസരിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതിലെ ഒരിക്കലും ഒരു ഭാഗത്തിനും നിലവിലുള്ള ഇലക്ടറൽ ലോസ് അനുസരിച്ചിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. 97% കൂടുതൽ ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി ഫോം തിരികെ ശേഖരിക്കുന്ന നടപടിയാണ്. ബൂത്ത് തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇന്നു മുതൽ യോഗം ചേർന്ന് ഈ നടപടികൾ പൂർത്തിയാക്കണമെന്നും CEO. കേരളത്തിലെ SIRനെതിരായ ഹർജികൾ സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. സംസ്ഥാന സർക്കാരിന് പുറമെ മുസ്ലിം ലീഗ്, CPIM, കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് ഹർജി നൽകിയത്. സംസ്ഥാന സർക്കാരും ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നുണ്ട്. ഇത് മാറ്റണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ആവശ്യം. മാത്രമല്ല, ഇപ്പോൾ മഹാരാഷ്ട്ര പോലത്തെ സംസ്ഥാനങ്ങൾ അവിടുത്തെ SIR മാറ്റിവെച്ചതായിട്ടുള്ള ഒരു വിവരം കൂടി നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിനും ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ വാദം. അടിയന്തരമായിട്ട് ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന് തന്നെയാണ് വെള്ളിയാഴ്ച നമ്മൾ കോടതിയോട് ആവശ്യപ്പെടാൻ പോകുന്നത്. വോട്ടർ പട്ടികയിലുള്ള മരിച്ചവരും സ്ഥലം മാറിയവരും ഉൾപ്പെടെ 55,000 സംശയമുള്ള ഫോമുകൾ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് പരിശോധിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.